ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ്പൂൾ 3 എന്നുള്ളൊരു പടം വരാൻ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എപ്പോഴും എടുത്ത് പറഞ്ഞ് ബോറാക്കുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് പുറത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ലീക്കാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. സത്യത്തിൽ അത് ലീക്കൊന്നുമല്ല, അത് ഒഫീഷ്യലി ഒരു പബ്ലിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവത്തിലോട്ട് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പടത്തിനകത്ത് മെയിൻ 2 പ്രൊട്ടഗോണിസ്റ്റായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഡെഡ്പൂളും അതേപോലെ തന്നെ വൂൾവറിനും തന്നെയാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം വൂൾവറിൻ്റെ ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ലീക്ഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. വിത്ത് കോമിക് ആക്യുറേറ്റ് സ്യൂട്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഹ്യൂ ജാക്ക്മാനെ നമുക്ക് ഇതിൻ്റെ സെറ്റ് ഫോട്ടോയ്ക്ക് അതെല്ലാം കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പലർക്കും ഉള്ളൊരു വിഷമം തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ വൂൾവറിൻ എന്നുള്ള ക്യാരക്ടർ ആ ഒരു കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിനകത്ത് ഇട്ടുകൊണ്ട് വരുമോ ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം അല്ലെങ്കിൽ ഒരു ഫോട്ടോ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതായത് ഒഫീഷ്യലി നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ വൂൾവറിൻ ഈ ഒരു പടത്തിനകത്ത് ആ ഒരു വൂൾവറിൻ്റെ ഹെൽമെറ്റ് ഇടുമെന്നുള്ള കാര്യം ഇപ്പം 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം എന്തുവാണെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ വൂൾവറിൻ്റെ ആ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഇമേജ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഇമേജ് ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു 3-4 സെക്കൻഡ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് എടുത്ത് പറയുന്നത്. അപ്പം ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു പ്രത്യേകത എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നത് ദ വൂൾവറിൻ എന്നുള്ള ആ ഒരു മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്ക് വൂൾവറിന് ആ ഒരു സ്യൂട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്യൂട്ട് വെച്ചിട്ട് ഈ ഒരു ലുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഈ ഒരു സ്യൂട്ടിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. സ്യൂട്ടെന്നല്ല, ആ ഒരു ഹെൽമെറ്റിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു വൂൾവറിനും ഈ ഒരു വൂൾവറിനും തമ്മിൽ നല്ലൊരു വ്യത്യാസവും കാര്യങ്ങളും കാണുന്നുണ്ടെന്നുള്ള കാര്യം 100% കൺഫേം ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു ചെറിയൊരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ, നമ്മുടെ വൂൾവറിൻ്റെ ആ ഒരു കണ്ണ് അല്ലെങ്കിൽ ആ ഒരു കണ്ണിൻ്റെ ഏരിയയിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു വൈറ്റ് പോർഷനോട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വേറൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആനിമേറ്റഡ് സീരീസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ ഉൾപ്പെടെ മിക്ക ക്യാരക്ടേഴ്സിൻ്റെയും മാസ്കിനകത്തുള്ള കണ്ണിൻ്റെ ആ ഒരു ഏരിയ നല്ലോണം അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അവരുടെ എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് കണ്ണിൻ്റെ ഏരിയ അനങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു സംഭവം നമുക്ക് ഈ ഒരു പടത്തിൽ കാണാൻ പറ്റും എന്നുള്ളൊരു സംഭവം കൂടെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ സ്പൈഡർമാൻ MCU സ്പൈഡർമാൻ്റെ ആ ഒരു ലെൻസും കാര്യങ്ങളൊക്കെ അനങ്ങും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെഡ്പൂൾ മൂവിക്കകത്ത് നോക്കുകയാണെങ്കിൽ ഡെഡ്പൂളിൻ്റെ കണ്ണും ആ ഒരു എക്സ്പ്രഷൻ അനുസരിച്ച് അനങ്ങും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ വൂൾവറിൻ്റെ കണ്ണും ഈ ഒരു പടത്തിനകത്ത് അനങ്ങുമെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് കൺഫേം ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ആകെ കൂടിയുള്ള ചെറിയൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വൂൾവറിൻ്റെ ആ ഒരു സ്ലീവ്, അതായത് നമുക്ക് കോമിക്ക് വായിച്ചിട്ടുള്ളവർക്കായാലും അറിയാം, അതേപോലെ തന്നെ നമ്മുടെ ആനിമേറ്റഡ് സീരീസ് കണ്ടിട്ടുള്ളവർക്കും അറിയാം, നമ്മുടെ വൂൾവറിൻ്റെ ആ ഒരു സ്ലീവ് കാര്യങ്ങളില്ലാത്തതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ ഒരു ഡെഡ്പൂളിൻ്റെ പടത്തിനകത്തുണ്ട് ആ ഒരു ലീക്ഡ് ഫോട്ടോയ്ക്കകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കൈ ഫുള്ള് കവറാകുന്നുള്ള രീതിയിലുള്ളൊരു സ്യൂട്ടാണ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം അതും കൂടെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൂൾവറിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് കിടിലൻ ലുക്കൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു പടത്തിൽ കൂടെ കിട്ടാനും പോകുന്നത്. അപ്പോൾ ആരൊക്കെ നമ്മൾ ഡെഡ്പൂൾ 3 എന്നുള്ളൊരു പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതിൻ്റെ ട്രെയിലറിൻ്റെ കാര്യം ജസ്റ്റ് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചേക്കാം. അതായത് ഫെബ്രുവരി മാസം നടക്കാൻ പോകുന്ന സൂപ്പർ ബോൾ ചാമ്പ്യൻഷിപ്പ് എന്നുള്ള ആ ഒരു ഈവൻറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നതെന്നും കൺഫേം ആയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഡെഡ്പൂളിൻ്റെ സൈഡിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് പുറത്ത് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സോണിയുടെ സൈഡിൽ നിന്ന് വരാൻ പോകുന്ന നമ്മുടെ മാഡം വെബ് എന്നുള്ള മൂവിയുടെ കുറച്ച് പുതിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അവരുടെ അതായത് ഈ ഒരു 4 മെയിൻ സ്പൈഡർ വുമൺ ക്യാരക്ടേഴ്സിൻ്റെയും ആ ഒരു ഫുൾ ലുക്കിലുള്ള, അതായത് ആ ഒരു സൂപ്പർ ഹീറോ സ്യൂട്ടിനകത്തുള്ളൊരു കുറച്ച് ലുക്സും കാര്യങ്ങളാണ് അവർ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം സ്യൂട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊള്ളാം, പക്ഷേ എന്തോ ഇവിടേക്ക് ഒരു പോരായ്മ പോലെ ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് അത്യാവശ്യം ഒരു ലോ ബഡ്ജറ്റ് ഫിലിമിൻ്റെ ഒരു വൈബൊക്കെയാണ് നമുക്ക് ട്രെയിലറിൽ കൂടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേപോലത്തെ ഒരു സ്യൂട്ടും കാര്യങ്ങളാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇനി പടം ഫെബ്രുവരി മാസം ഇറങ്ങുമ്പോൾ നമുക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ എക്കോ സീരീസ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സീരീസിനെ പറ്റി എടുത്ത് പറയാനുള്ളൊരു വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുള്ള ആ ഒരു ഡിഫൻഡേഴ്സ് യൂണിവേഴ്സ്, അതായത് നമ്മുടെ ഡെയർ ഡെവിൽ, പണിഷർ, ജെസിക്ക ജോൺസ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു സീരീസ് MCU ക്യാനൺ ആവാൻ പോകുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് റിയൽ ആക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമ്മുടെ ഡിസ്നി പ്ലസിൻ്റെ MCU ടൈം ലൈനിനകത്ത് ഈ ഒരു സീരീസുകളെല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മിക്കവാറും ഇത് നമ്മുടെ മെയിൻ MCU ടൈം ലൈനിൻ്റെ പാർട്ട് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവർ മെയിൻലി അത് ആഡ് ചെയ്തിട്ടുള്ള. എന്തായാലും സീരീസ് കണ്ടാൽ മാത്രമേ എൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാനും പറ്റൂ. അപ്പം എന്തായാലും ആ ഒരു സീരീസ് ഞാൻ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മാർവൽ സൈഡിൽ നിന്ന് ഇത്ര അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള മാർവൽ DC ഹോളിവുഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.